ശ്രീ ബിജി അബ്രഹാം, ഇന്നലെ മുതൽ ഈ പറയുന്ന സാധാരണക്കാരായ മനുഷ്യരെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ആരാണ് അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങളാണ് മനുഷ്യന്റെ ജീവനും അവന്റെ ആരോഗ്യത്തിനും വെല്ലുവിളി ഉയർത്തുന്നത് എന്നതൊരു ചോദ്യം. അത് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് ആരുടെ വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ്? ഇപ്പൊ നാട്ടിൽ വരുന്ന ക്രൂര മൃഗങ്ങൾ മനുഷ്യന്റെ ജീവനും ആരോഗ്യത്തിനും വെല്ലുവിളി ഉയർത്താനല്ലാതെ സ്നേഹിക്കാൻ വേണ്ടി കടന്നു വരില്ലല്ലോ. കാട്ടാനയടക്കമുള്ളവ, കടുവയടക്കമുള്ളവ, പുലിയടക്കമുള്ളവ ജനവാസ മേഖലയിലേക്ക് കടന്നാൽ അക്രമകാരി തന്നെയല്ലേ? അത് ആരാണിത് ഡിഫൈൻ ചെയ്യുന്നത്? ശ്രീ മാധു, അങ്ങ് ഉപയോഗിച്ച ഒരു പദത്തോട് തന്നെ എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുണ്ട്. കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാം? എനിക്ക് കേൾക്കാം. ക്രൂരമൃഗങ്ങൾ, നരഭോജി എന്നൊക്കെ പറയുന്ന ഒരു വാക്കുകൾ, ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. കടുവ എന്ന് പറയുന്നത് മനുഷ്യന്റെ 5-6 ഇരട്ടി ഭാരമുള്ളതാണ്. 500 കിലോഗ്രാം വരുന്ന ഒരു കടുവയുടെ ഒരു ചെറിയ ഒരു തലോടൽ പോലും താങ്ങാനായിട്ട് മനുഷ്യന് സാധിക്കത്തില്ല. ആനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയതായിട്ട് തന്നെ തട്ടിക്കഴിഞ്ഞാൽ മനുഷ്യന് ജീവഹാനി സംഭവിക്കാം. അപ്പം തന്നെ നമ്മൾ മാധ്യമങ്ങളാണെങ്കിലും നമ്മളതിനെ നരഭോജി എന്ന് പേരിടുക. പണ്ടൊരു പത്രം അതിനെ ഒരു ആനയെ വിശേഷിപ്പിച്ചത് കൊലക്കൊല്ലി എന്നൊക്കെ. ഇത്തരത്തിലുള്ള വാക്കുകൾ, അല്ലെങ്കിൽ ക്രൂരമൃഗങ്ങൾ എന്നൊക്കെയുള്ള വാക്കുകൾ, ഇവർക്കൊന്നും, ഈ ജീവജാലങ്ങൾക്കൊന്നും തന്നെ, ആനയ്ക്കായാലും കടുവയ്ക്കായാലും മനുഷ്യനോട് പ്രത്യേക വിരോധമൊന്നുമില്ല. അവരേതാണ്ട് പക വീട്ടാൻ വേണ്ടി നാട്ടിലിറങ്ങിയിട്ട് ആളുകളെ കൊല്ലുന്നതല്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കുറച്ചും കൂടെയൊക്കെ ഒന്ന് നമ്മളും കൂടെ അധിവസിക്കുന്ന ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളെയൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് നമ്മൾക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നത്. നമ്മൾ ഈ മുറിയിൽ ഈ പറയുന്ന വെളിച്ചത്തിന് നടുവിലിരുന്ന് വളരെ സുരക്ഷിതരായി സംസാരിക്കുമ്പോഴാണ് അതായത് 200 മീറ്റർ ആ സ്ത്രീയെ ഈ കടുവ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി എന്നാണല്ലോ നമുക്കുള്ള വിവരം. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചത്, ബോധമുണ്ടായിരുന്നായിരിക്കും അല്ലേ, കടുവ എടുത്തോണ്ട് പോവുകയാണ്, പിടിച്ചോണ്ട് പോവുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാകുമോ, അതിനു മുമ്പ് മരിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. ശ്രീ ബിജി അബ്രഹാം, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും കടുവ പിടിച്ചോണ്ട് പോയാൽ നമ്മൾ ഈ ഒരു വിഷയത്തെ ഈ വിധത്തിൽ വൈകാരികമായിട്ട് ആർക്ക് വേണമെങ്കിലും പ്രസന്റ് ചെയ്യാം. കേരളത്തിലെ റോഡുകളിൽ, ഇന്ത്യയിലൊട്ടാകെ റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓരോ റോഡ് അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, വിശേഷിപ്പിച്ചുകൊണ്ട് അതിവൈകാരികമായിട്ട് ഒരു വിഷയത്തെ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഞാൻ മുമ്പ് പറയാൻ ശ്രമിച്ചത് അത് തന്നെയാണ്. നമ്മളിവിടെ കോസിനെ കുറിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത്, ഇഫക്റ്റിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്, ഈ ഒരു സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിക്കണ്ടേ? അവിടെയല്ലേ അതിനെ ചികിത്സിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന് അതിവൈകാരികതയുടെ നിറം പിടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി മാധ്യമങ്ങൾക്കാവാം. പക്ഷെ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ആ വിധത്തിലല്ല ആ വിഷയത്തെ പരിശോധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ജിം കോർബറ്റിന്റെ പുസ്തകങ്ങൾ, ഈ മേഖലയിൽ അറിവുള്ള ആളുകളെ, ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന വാക്കുകൾ. ശ്രീ ബിജി അബ്രഹാം, ഈ ശബ്ദധാരാവലി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈ മൃഗങ്ങളുടെ പ്രതിനിധികളെ കൂടി ഉൾക്കൊള്ളിച്ച ഒരു ഭാഷയല്ലല്ലോ നമുക്ക് അവയുടെ ഈ പറയുന്ന ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കാം, മറ്റു പലതുമാകാം. പക്ഷേ നമ്മുടെ വീട്ടിലേക്കോ പറമ്പിലോ കയറി വന്ന് നമ്മുടെ ചോരയും ജീവനും എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ ക്രൂരം എന്നല്ലാതെ വിശേഷിപ്പിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ഇപ്പൊ തന്നെ 3 വട്ടമാണ് മാധു അതിനകത്ത് ഇടപെട്ടത്. എന്നെ സംസാരിക്കാനായിട്ട് പോലും അനുവദിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു വാദം മുഖം പറഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് ഇടപെടുകയാണെങ്കിൽ അതിനകത്ത് രസമുണ്ട്. ഇവിടെ BRM ഷഫീർ ആണെങ്കിലും ഷാജി രാഘവനും BRM ഷഫീറിന്റെ വാക്കുകളിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം തന്നെയില്ല. ഇവർ കേരളത്തിലെ ഭരണകൂടം മാത്രമാണ് ഇതിനകത്ത് പ്രശ്നം എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവർ പരസ്പരം എങ്ങനെയാണ് ഈ ഓരോ വിഷയങ്ങളെ സമീപിക്കുന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ്. എനിക്കിപ്പോ തന്നെ ഒരു സുഹൃത്ത് വനവകുപ്പിൽ നിന്ന് തന്നെ എനിക്ക് ഏത് വിധത്തിലാണ് സർക്കാർ ഈ ഇത്തരം വിഷയങ്ങളെ നേരിടുന്നതിന് വേണ്ടി ഇടപെടുന്നുള്ള ഒരു റിപ്പോർട്ട് അയച്ചു തന്നിട്ടുണ്ട്. വന്യജീവി ആക്രമണം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ചെയ്ത പ്രവർത്തികൾ എന്തൊക്കെയാണെന്നുള്ളത്. 609 കിലോമീറ്റർ സൗരോർജ വേലി കെട്ടിയത്, 921 ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവഴിച്ചത്, തോൽപ്പെട്ടി, കുറിച്യാട്, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ആന പ്രതിരോധ മതിൽ നിർമ്മിച്ചത്, അതിന് 67 ലക്ഷം രൂപ മുടക്കിയത്,
40 കിലോമീറ്റർ ആന പ്രതിരോധ കിടങ്ങ് നിർമ്മിച്ചത്, 1.2 കിലോമീറ്റർ ക്രാഷ് ഗാർഡ് റോപ്പ് ഫെൻസിംഗ് നിർമ്മിച്ചത്, 10 കിലോമീറ്റർ റെയിൽ ഫെൻസിങ്, 37.65 കിലോമീറ്റർ ഹാങ്ങിങ് സോളാർ ഫെൻസിങ്, നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് 102 കോടി രൂപയ്ക്ക് പുതിയ പദ്ധതിക്ക് കഴിഞ്ഞ മാസം ഭരണാനുമതി നൽകിയത്, വയനാട് ജില്ലയ്ക്ക് 600 കോടി രൂപയുടെ പ്രത്യേക പദ്ധതി. ഈ പദ്ധതി പ്രകാരം പ്രദേശത്ത് വിവിധ തരം പ്രതിരോധ വേലികൾ നിർമ്മിക്കുന്നത്, കൂടുതൽ വാച്ചർമാരെ നിയോഗിക്കുന്നത്, RRT എന്ന് പറഞ്ഞ ഈ പ്രൊട്ടക്ഷൻ ഫോഴ്സസിനെ രൂപീകരിക്കുന്നത്, ഇത്തരത്തിൽ നിരവധി പരിപാടികൾ സർക്കാർ ചെയ്യുന്നതിന്റെ കണക്കുകളാണ് ഷാജി രാഘവനും BR ഷഫീറും പറഞ്ഞതിനൊരു മറുപടിയായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വയനാട് മേഖലയിൽ കടുവ ആക്രമണം കൂടി വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് പ്രദേശത്ത് ഈ RRTകളുടെ സേവനം ശക്തിപ്പെടുത്തി കൂടുതൽ കൂടുകൾ സ്ഥാപിക്കുകയും കടുവകളെ പിടികൂടുകയും ചെയ്തു. മാനന്തവാടിയിലാണെങ്കിൽ ഒരാളുടെ മരണത്തിന് കാരണമായി കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി. വയനാട്ടിൽ കടുവകളെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക ആനിമൽ ഹോസ്പൈസ് സെന്റർ സ്ഥാപിച്ചു. ഇപ്പോൾ തന്നെ അതിൽ 7 കടുവകൾ അതിൻ്റെ അകത്തുണ്ട്. മുൻപ് ആനയുമായി ബന്ധപ്പെട്ട പ്രശ്നം, രണ്ടും മനുഷ്യജീവന് അപകടത്തിലായ കോണ്ടെക്സ്റ്റിലാണ് PM2 PM7 എന്ന് പറയുന്ന ആനകളെ മയക്കുവെടി വെച്ച് കൂട്ടിലടച്ചത്. അതേപോലെ മൂന്നാറും ചിന്നക്കനാൽ മേഖലയിൽ ഭീതി വരുത്തിയ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആനയെ മറ്റൊരു പ്രദേശത്തേക്ക് റീലൊക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വിധത്തിൽ ആനകളെ ആണെങ്കിലും കടുവകളെ ആയാലും മനുഷ്യന് ഭീഷണിയാകുന്ന നാട്ടിലിറങ്ങുന്ന ആനകളെയും കടുവകളെയും പിടികൂടിയിട്ട് അതിനെ മറ്റൊരു ആനിമൽ ഷെൽട്ടർ ഫോം ചെയ്തിട്ട് അവിടെ മാറ്റി പാർപ്പിക്കുന്ന നടപടികൾ സർക്കാർ ചെയ്യുന്നുണ്ട്. എന്ന് മാത്രമല്ല മനുഷ്യരുടെ താമസിക്കുന്ന ഇടങ്ങളിൽ, അവരുടെ കൃഷിയിടങ്ങളിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിന് ശാശ്വതമായ പരിഹാരം സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കാതെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് എല്ലാം വളരെ മോശപ്പെട്ട കാര്യവും. ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ട ചർച്ചയിൽ ഇടപെടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അത് പറയുന്നതിനോട് സൂചിപ്പിക്കുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ ഒരു സർക്കാർ ഒരു വർഷം, ഒരു ബജറ്റ് വർഷം ചെയ്യുന്ന കാര്യങ്ങൾ, ഇതിനൊരു വകുപ്പുണ്ട്, ഒരു മന്ത്രിയുണ്ട്, സ്റ്റാഫുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഫണ്ടുണ്ട്, അടിസ്ഥാന സൗകര്യമുണ്ട്, ക്യാമറയുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. അങ്ങനെ ഒരു വകുപ്പ് അല്ലെങ്കിൽ പിന്നെ പൂട്ടിയിട്ട് പോകണം ഇതൊന്നും ചെയ്യാനല്ല എങ്കിൽ. എന്നിട്ട് എന്ത് പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത്. ശരി, അയ്യോ നമ്മുടെ സർക്കാർ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരാളെ കടുവ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, ആന ചവിട്ടി കൊല്ലുമ്പോൾ നമ്മളൊന്നും പറയാൻ പാടില്ല എന്ന് അവരോട് പറയാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഇനി പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും വീഴ്ച ഉണ്ടാകുമ്പോൾ ആരോട് ചോദിക്കും? സർക്കാരിനോടല്ലാതെ വേറെ ആരോടും ചോദിക്കാൻ പറ്റുമോ? ഈ സർക്കാർ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? സർക്കാരിന് ചെയ്യാനാവുന്ന ഇടപെടലുകളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു മലയോര ജനതയെ സംരക്ഷിക്കാൻ വേണ്ട ഇടപെടലുകളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് മുമ്പ് സൂചിപ്പിച്ചത്, നമ്മൾ പലപ്പോഴും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇഫക്റ്റിനെ മാത്രം ചർച്ച ചെയ്യാതെ ഇത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് സംസാരിക്കുന്നതില്ല. അത്തരം പ്രശ്നങ്ങളെ നമ്മൾ പരിശോധിക്കുന്നതില്ല. കാടിന്റെ വിസ്തൃതി കുറയുന്നത്, കാലാവസ്ഥ വ്യതിയാനം മുതലുള്ള പ്രശ്നങ്ങൾ, കാടിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഈ പറയുന്ന മഞ്ഞക്കൊന്ന, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, മഞ്ഞക്കൊന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ, വെള്ളമില്ലാത്തതിന്റെ പ്രശ്നം, ഫലവൃക്ഷങ്ങളില്ലാത്തതിന്റെ പ്രശ്നം, ഇതൊക്കെ നിരന്തരം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഓരോ വിഷയം വരുമ്പോൾ മനുഷ്യന്റെ കണ്ണുനീര് കണ്ടിട്ടെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്ന അവസാനത്തെ ശ്രമമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ വയനാട്ടിലൊക്കെ സംഭവിക്കുന്നത്. അത് ഈ പറയുന്ന ശാസ്ത്രീയ വിശകലനങ്ങൾ ഒരുപക്ഷെ അവിടത്തുകാർക്ക് ദഹിക്കുന്നുണ്ടാവില്ല എന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ.